ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. കേൾക്കാമോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമോ? ഹായ്, ഗുഡ് ഈവനിങ് മാം. കേൾക്കാം. എന്താണ്, എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഓക്കെ. എൻ്റെ പേര് രഹന. ഞാന് സ്ഥലം മലപ്പുറം ജില്ലയിലെ താനൂരിലാണ്. മ്യൂട്ടാണ് രഹന മാം. ഹലോ, ഇപ്പൊ കേൾക്കാം മാം, പറഞ്ഞോളൂ. ഓക്കെ. എൻ്റെ പേര് രഹന. എൻ്റെ സ്ഥലം താനൂരിലാണ്, മലപ്പുറം ജില്ലയിലുള്ള. ആസ് എ പ്രൊഫഷൻ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ടീച്ചറാണ് ആൻഡ് അപ്കമിങ് മോട്ടിവേഷണൽ ട്രെയിനറും കൂടെയാണ്. ഞാൻ വിംബിൾ അക്കാദമിയുടെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് എന്ന കോഴ്സിലെ 19th ബാച്ചിൽ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. ഓക്കെ. അപ്പം വിംബിൾ അക്കാദമിയുടെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് അല്ലേ? ഈ കോഴ്സ്, ഈ സെഷന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കുന്നവരാണ് ഇതിലെ അവതാരകരായിട്ട് എത്തുന്നത്. അപ്പം അത് ഈ ഒരു ഇതിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. ഇനി എന്നെ പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട്, ഞാനും വിംബിൾ അക്കാദമിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നൊന്ന് ചെറുതായിട്ട് ഒരു ഇൻട്രോ നിങ്ങൾക്ക് തരാം. ഞാൻ PG കൗൺസിലിംഗ് സൈക്കോളജി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിംബിൾ അക്കാദമിയുടെ കീഴിൽ ഒരു ഫോർ ഷോർട്ട് ടേം കോഴ്സുകൾ റിലേറ്റഡ് സൈക്കോളജി ചെയ്തു. അപ്പം അതിലെല്ലാം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഇൻട്രൊഡക്ഷൻ തന്നിരുന്ന ഫൈസൽ സാറിന്റെ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. സാറിന്റെ വേ ഓഫ് ടേക്കിംഗ് ക്ലാസ്, വേ ഓഫ് പ്രസന്റേഷൻ, വോയിസ് മോഡുലേഷൻ ഒക്കെ എന്നെ വല്ലാതെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തു. അപ്പൊ അന്ന് മുതൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, ഈ സാറിന്റെ കൂട്ടത്തിൽ എനിക്കൊരു ക്ലാസ് കിട്ടണം, സാറിന്റെ ലീഡ് ചെയ്യുന്ന ഒരു ക്ലാസ് എനിക്ക് കിട്ടണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് വിംബിള് ട്രെയിൻ ദ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ടെന്നും. അങ്ങനെ ഞാൻ വിംബിളിന്റെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് എന്ന കോഴ്സിലെ 19th ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റായി ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇനി ഈ കോഴ്സിനെ പറ്റി പറയാനുണ്ടെങ്കിലല്ലോ പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളി കോഴ്സാണ്. ഒരു ആഴ്ചയിൽ 3 ക്ലാസ് തന്നിട്ട് നമ്മളെ തിയറി ക്ലാസ്സുകൾ തന്നിട്ട് നമ്മളെ അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അതന്നെ ടൈം ഡ്യൂറേഷൻ ഒന്നും ഇല്ല. ഡ്യൂറേഷൻ പറയുന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിന്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞ് ഫൈസൽ സാർ ലീഡ് ചെയ്യുന്ന ജാസ്മിൻ മാമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് തരുന്ന ആ കോഴ്സ് അത്രേ. കൂടാതെ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അത് ചെറുതായിട്ട് നമുക്ക് ആദ്യം ചെറിയ ചെറിയ വോയിസ് നോട്ടുകളിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒരു 1 hour സെഷനിലേക്ക് എത്തുന്ന വിധത്തിൽ നമുക്ക് അത്രയും ട്രെയിനിങ് തന്നുകൊണ്ടാണ് നമ്മളെ ഈ ആ കോഴ്സ് നമ്മളെ ഇറക്കി വിടുന്നത്. അപ്പം ആ കോഴ്സിനെ പറ്റി എനിക്ക്, ഞാൻ വിംബിളിൽ ചെയ്ത എല്ലാ കോഴ്സുകളും ഒന്നിനൊന്നും മെച്ചാണ്. പക്ഷെ ഞാൻ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ട്രെയിൻ ദ ട്രെയിനേഴ്സ് എന്ന ഈ കോഴ്സ്. ഇനി നമ്മളെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് വിംബിൾ അക്കാദമിയിൽ തന്നെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് ബാച്ചിലെ സ്റ്റീന മാം ആണ്. സ്റ്റീന മാം തൃശ്ശൂരാണ് സ്റ്റീന മാമിന്റെ സ്ഥലം. സ്റ്റീന മാം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. സ്റ്റീന മാമിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം സ്റ്റീന മാം നമുക്ക് എന്താ ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പോസിറ്റിവിറ്റി ടോപ്പിക്കാണ്. അതായത് പവർ ഓഫ് പോസിറ്റിവിറ്റി. എങ്ങനെയെല്ലാം കുട്ടികൾക്കും പാരൻസിനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നൽകാം എന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് സ്റ്റീന മാമിന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എല്ലാവരെയും ഈ സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റീന മാമിനെ ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു രഹ്ന മാം. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവരും ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു. ഓഡിബിൾ അല്ല എല്ലാവർക്കും? യെസ് മാം, ഓഡിബിൾ ആണ്. താങ്ക് യു. ഇന്നിപ്പോൾ നമുക്കറിയാം, നല്ലൊരു മഴ ദിവസമായ കാരണം എത്രത്തോളം ആളുകൾക്ക് ഇന്ന് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാലും എനിക്ക് വേണ്ടി വന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹാർദമായ സ്വാഗതം നൽകുന്നു.
പ്രത്യേകമായും ഈ ഒരു ദിവസം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്ന ഫൈസൽ സാറിനും ജസീന മാമിനും എൻ്റെ ഹൃദ്യമായ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ, രഹന മാം പറഞ്ഞ പോലെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ പവർ ഓഫ് പോസിറ്റിവിറ്റി, എ പാരൻറ്റ് ചൈൽഡ് ജേർണി. ഇനി എന്താണ് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം പലർക്കും ചില കാര്യങ്ങളാകാം, ചില സംഭവങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചെയ്തതാകാം, ചെയ്യാൻ പോകുന്നതാവാം, എന്തുമാകട്ടെ. നമ്മുടെ മനസ്സിൽ പോസിറ്റിവിറ്റി എന്നൊരു ടോപ്പിക് വരുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എൻ്റെ അടുത്ത്? നമുക്ക് സന്തോഷം തരുന്ന ഏത് വിഷയവും നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്ന് പറയാം. താങ്ക് യു ജസീന മാം. ഇനി അടുത്തതാർക്കെങ്കിലും? ആ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് നല്ല ചിരിച്ച മുഖത്തോടു കൂടെ മറ്റുള്ളവരെ കാണുമ്പോൾ നല്ലൊരു ചിരി സമ്മാനിക്കുക. അപ്പോഴേ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആവില്ല. ഏറ്റവും ലളിതവും ഏറ്റവും ആദ്യത്തെ ഒരു മാർഗമായിട്ട് തോന്നിയിരിക്കുന്നു. യെസ് ജിഷ മാം, താങ്ക് യു. ഇനി ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ ഇൻസിഡൻസോ എന്തുമാകട്ടെ, മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? എത്ര നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളുടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുക, അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് കരുതുക. യെസ്, താങ്ക് യു ഫവാസ്. അപ്പം ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മഞ്ജുരാജ് സാർ, താങ്ക് യു. എനിക്ക് പറയുന്നൊരു കാര്യം വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു വേർഡാണ്. തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഒട്ടും ആവേശം ചോരാതെ പോകുന്ന മാനസികാവസ്ഥ. തോൽക്കാത്തവരായിട്ട് നമ്മൾ മനുഷ്യന്മാരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. തോൽവി നമുക്ക് എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മുടെ പഠനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ രോഗം കൊണ്ടായിരിക്കാം. ഇങ്ങനെ പ്രധാനമായും എനിക്ക് ഈ 3 തരത്തിലാണ് നമ്മൾ തോൽവി ഏറ്റവും കൂടുതൽ ഏറ്റുപടിക്കാറുള്ളത്. ഇപ്പോൾ പഠനത്തിലാണെങ്കിൽ ഒരു മാർക്ക് കുറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയുടെ അമ്മ ഒരു പക്ഷേ കുട്ടിയോട് പറയുക, നീ ഇത്രയും മാർക്ക് കുറഞ്ഞത് എന്തിനെ എന്ന് ചോദിച്ച് ആ കുട്ടിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യും. ഒരു പക്ഷേ ആ കുട്ടിയുടെ കാലിബറിനും ഐക്യൂനുള്ളതായിരിക്കും ആ കുട്ടി വരിക. കാരണം തോൽക്കാനായിട്ട് ആരും പഠിക്കില്ല, തോൽക്കാൻ വേണ്ടി ആരും ജീവിക്കുകയില്ല. എല്ലാവർക്കും ആവശ്യം ജയിക്കുക, മുന്നേറുക, ദ ബെസ്റ്റ് പെർഫോം ചെയ്യുക എന്ന് തന്നെയാണ്. തോൽവിയും ജയമൊക്കെ തരുന്നത് ആരാ? ദൈവമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പ്രയത്നിക്കണം. ജയത്തിന് നമ്മൾ ഏറ്റവും അധികം എങ്ങനെയൊക്കെ പ്രയത്നിക്കാവോ ആ പ്രയത്നമാണ് നമ്മളെ ഓരോ വിജയത്തിലേക്ക് എത്തുന്നത്. പഠനത്തിൽ വിജയം കൈവരിക്കാത്ത ഒരു കുട്ടിയെ ആ പാരൻസ് ആ കുട്ടിക്ക് നൽകുന്ന ഓരോ നിരുത്സാഹനവും ആ കുട്ടിയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു പക്ഷേ അടുത്ത എക്സാമിൻ്റെ സമയത്തായാലും കൂടി ആ കുട്ടിക്ക് അന്ന് ആ പാരൻസ് പറഞ്ഞത് എന്തായിരിക്കും, ആ പേടിയിലായിരിക്കും എക്സാം എഴുതുക. നമുക്ക് ആ കുട്ടിക്ക് അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുമില്ല. പേടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് സക്സസ് ആവില്ല, അതതിൻ്റെ പരിപൂർണതയിൽ എത്തില്ല എന്ന് തന്നെയാണ് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ പരമാവധി ഒന്നിനും ഫോഴ്സ് ചെയ്യാതെ നോക്കുക. ഇപ്പോൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ നേരത്തെ ജീവിതത്തിൽ തോൽവി എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ 2 തരത്തിലുണ്ട്. വൈവാഹിക ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവാം. കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ഫാമിലീസ് കുറവായിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് തരണം ചെയ്തതിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിൽ എത്താൻ ശ്രമിച്ചിട്ടും എത്താതാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു നിരാശയുണ്ടാകും. ആ നിരാശയെ പ്രത്യാശയോടെ നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നുവോ അവിടെ നമ്മൾ വിജയം കൈവരിക്കുകയാണ്. ഇതാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ രോഗാവസ്ഥയിലാണെങ്കിൽ നമുക്കറിയാം, അപ്പോൾ ഞാൻ പറഞ്ഞ രോഗാവസ്ഥയെ പറഞ്ഞേ, രോഗാവസ്ഥയിലാണെങ്കിൽ ഞാൻ പറയാം, ഒരു മാരകമായ ഒരു രോഗം നമ്മൾ പിടിപെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി ചിന്തിക്കുക, എനിക്ക് വയ്യ, എനിക്ക് ഇത്രയും പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല. നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മണ്ടത്തരം തന്നെ ഞാൻ പറയുള്ളൂ ഒരു കാര്യമാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഇപ്പോൾ ഒരു കഴുത്ത് വേദനയാണെങ്കിൽ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടുക എന്താ? ഏറ്റവും എക്സ്ട്രീം ലെവലായിരിക്കും. അതായത് അത് നമ്മൾ ഏറ്റവും വലിയ രോഗം ഏതാണോ അതിലേക്കാണ് നമ്മൾ കണ്ടുപോവുള്ളൂ, അല്ലേ?
ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഈ വിരലിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ വിരലിലേക്ക് തന്നെ ഫസ്റ്റ് നോക്കും, അല്ലേ? നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കുട്ടികളായാലും നമ്മളായാലും ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. അത് ചെയ്താൽ എന്താ പ്രശ്നം എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ ആ സമയത്ത് ചിന്തിച്ചില്ലെങ്കിലും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ് പലരിലും നമ്മൾ കാണാറുള്ളത്. രോഗത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഒന്നും ആകുലപ്പെട്ട് അതിനെക്കുറിച്ച് ബോധർ ചെയ്ത് വല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് പോകരുത്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും അസുഖമാണെങ്കിൽ, ചെറിയൊരു അസുഖമാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യുന്ന പകരം നിങ്ങൾ മുന്നോട്ട് പോവുക. എനിക്ക് കുഴപ്പമില്ല എന്ന് വെച്ച് 2 ദിവസം മുന്നോട്ട് പോയി നോക്കിക്കേ. ചെറിയൊരു തലവേദന ഉണ്ടായാൽ തന്നെ നമ്മൾ ചിന്തിക്കുക, എനിക്ക് എന്തെങ്കിലും മാരകമായ രോഗമാണെന്ന് ചിന്തിക്കുക. കുഴപ്പമില്ല എന്ന് 2 പ്രാവശ്യം ചിന്തിച്ചാൽ ആ അസുഖം അവിടെ മാറും. അതേസമയം അത് തന്നെ ഇട്ടുപിടിച്ച് നമ്മൾ ചിന്തിക്കുക, അത് തന്നെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് എത്തുക. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ തളരാതെ മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ പരമാവധി ശ്രമിക്കണം. എന്നാൽ മാത്രമേ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാനുള്ള ഒരു ധൈര്യം നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ. പിന്നെ എനിക്ക് അടുത്തത് പറയാനുള്ളത്, നമ്മൾ പാരൻസ് കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പം നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് എന്താ? ഞാൻ എൻ്റെ മകൾ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ മകൻ പറയുമ്പോഴേക്കും പറയുന്നത് എല്ലാം ചെയ്തു കൊടുക്കും, ഞാനൊരു ഗുഡ് പാരൻ്റാണ്. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്? എല്ലാം ചെയ്തു കൊടുത്താൽ നമ്മളൊരു ബെസ്റ്റ് പാരൻ്റായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലും ഇല്ല. പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണെന്നാണ് തോന്നുന്നത്? അവരിലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മളുണ്ട് എന്നുള്ളതും ബീങ് ഹേർഡ് എന്നുള്ള ഫീലിംഗ് അവരിലേക്ക് കൊണ്ടുവരിക. അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള തോന്നലും അവരിൽ ഫീൽ ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. തീർച്ചയായും. താങ്ക് യു അർച്ചന മാം. അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ അവരെ കേൾക്കുക, അവരെ കാണുക, അവരെ മനസ്സിലാക്കുക. എപ്പോഴും വഴക്ക് പറയുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ കുട്ടികൾ പലതും പറയാൻ നമ്മളിൽ നിന്ന് മടിക്കും. അവർ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാലും അവർ ചിന്തിക്കുക, ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ചീത്ത പറയും, അല്ലെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ ഉപദ്രവിക്കും. പലതും പറയില്ല അവർ. പലതും മറച്ചു വെച്ച് അവരത് ഉള്ളിൽ എന്നെ കൊണ്ട് നടക്കും. പല അബ്യൂസിൻ്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പലതും പറയാതെ മറച്ചു വെച്ച് ആ കുട്ടികൾ, ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു ഇൻസിഡൻറ്റ് നമുക്കറിയാം. സ്വന്തം കൊച്ചച്ഛൻ തന്നെയാണ് ആ കുട്ടീനെ ബ്രൂട്ടലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ആരും അറിഞ്ഞിരുന്നില്ല, സ്വന്തം വീട്ടുകാർ പോലും. അതെല്ലാം എന്തുകൊണ്ടായിരിക്കാം? ആ കുട്ടിയുടെ പാരൻറ്റിനോട് പറയാനുള്ള പേടി, അല്ലേ? നമ്മൾ എന്ത് കാര്യം കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് പറയാനുള്ള ധൈര്യം വേണം. ഇനിയിപ്പോൾ കുട്ടികൾ പറയുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലിയിലായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയില്ല. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. ഒരു 6 to 6.5 hour എപ്പോഴും സ്കൂളിലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാലും ട്യൂഷൻ കാര്യങ്ങളായിട്ട് ഒരു 2-3 മണിക്കൂർ മാക്സിമം വീട്ടിൽ അവരുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ടൈം ഫുള്ളും അവർ പുറത്തായിരിക്കും, അല്ലേ? ഈ പുറത്താകുന്ന കുട്ടികൾക്ക് നമ്മളൊരു 10 minutes ഒരു 15 minutes അവർക്ക് വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തണം. വേണ്ടേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും പറയാനും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കുട്ടികളിപ്പോൾ എന്തെങ്കിലും സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും, ഇപ്പോൾ പറയേണ്ട, കുറച്ച് കഴിയട്ടെ, ഞാനിപ്പോൾ ബിസിയാണ്, ഇപ്പം എനിക്ക് കേൾക്കാൻ സമയമില്ല എന്ന് പറയാൻ. പിന്നെ ആ കുട്ടി നമ്മുടെ അടുത്ത് ആ കാര്യം പറയാൻ തോന്നുന്നുണ്ടോ? പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, എനിക്കിപ്പോൾ പറയാൻ മൂടില്ല എന്ന് പറഞ്ഞാൽ അവരും നമ്മളിൽ നിന്ന് വഴുതി മാറും. അതേസമയം നമ്മൾ കുട്ടികൾക്ക്, അതായത് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ, നമുക്ക് പറ്റില്ല. ഇപ്പോൾ ജോലിക്കാരാണെങ്കിൽ അതൊന്നും സാധ്യമല്ല. പറ്റുന്ന പാരൻസ് ആ കുട്ടികൾക്ക് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇരുത്തി അവരോട് കാര്യങ്ങൾ ചോദിക്കണം. സ്കൂളിൽ നിന്നുണ്ടായത്, നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് സ്കൂളിലുണ്ടായി, നിങ്ങൾക്ക് ഹാപ്പി ആയ കാര്യങ്ങൾ, വിഷമമായ കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് അവരോടൊന്ന് തലോടിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതായിരിക്കും.
അതേസമയം ഇപ്പം ഒന്ന് പറയണ്ട, ഞാൻ കുറച്ച് കഴിയട്ടെ, ഞാൻ ഇത്തിരി ബിസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളോട് പറയില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നതാണ്, നമ്മൾ കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നീ നല്ല രീതിയിൽ നിനക്ക് എത്താം, അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, നീ പ്രവർത്തിക്കാവൂ, നീ അതേ രീതിയിൽ നടക്കാവൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് അവർ ചെയ്യും ഈ പറയുന്ന രീതിയിൽ, പാരൻസ് പറയുന്ന പോലെ. പക്ഷെ അതിൽ നിന്നും അവർക്ക് വഴുതാൻ സമയം കിട്ടിയാൽ അവർ നല്ല രീതിയിൽ അതിൽ നിന്നും വഴുതി മാറും. ഇപ്പോൾ ഒരു റോബോട്ടായിട്ടൊരു കുട്ടിയെയാണോ നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടൊരു കുട്ടീനെ ആവശ്യം, അതോ സ്വന്തം കാര്യം സ്വയം നീങ്ങുന്ന ഒരു കുട്ടിയെയാണോ നിങ്ങൾക്ക് ആവശ്യം? നമുക്കറിയാം, നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും സ്വയം ചെയ്ത് പ്രാപ്തരാക്കണം നമ്മൾ കുട്ടികളെ. അതിനൊരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിടാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതില്ലെന്ന് ഞാൻ പറയില്ലേ, ഏതൊരു കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന രീതിയിൽ നീ പോയി കഴിഞ്ഞാൽ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ നിനക്കുണ്ടാകും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് നിൻ്റെ പ്രശ്നം, അത് കാരണം നീ ഈ രീതിയിൽ നീ നടക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്ന് പറയണം. അതിന് പകരം നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തു പറയും, ഇത് കേൾക്കുമ്പോൾ പോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ഹേർട്ടിങ്ങാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യും, പ്രവർത്തിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഒരു കാര്യം മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കരുത്. നിങ്ങളൊക്കെ ഡിപ്പെൻഡബിളാണ്. എല്ലാവരും സ്വയം തൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടാവണം. നമ്മളൊരു കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഡിപ്പെൻഡബിൾ പേഴ്സണാലിറ്റി ആയിരിക്കും. എന്തിനും അവൻ ഒറ്റയ്ക്ക് പോകാൻ അവർക്ക് പേടിയായിരിക്കും. എന്തിനും അവരുടെ പാരൻറ്റ് കൂടെ ഉണ്ടാവണം. ഇപ്പോൾ 10th വരെ നമുക്കറിയാം നമ്മുടെ ഒപ്പത്തിന് അവർ നിന്നിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അവർ +2 അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവരുടെ കാര്യമെന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, ഞാൻ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഞാൻ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ എന്താകുമെന്നൊരു ആകുലത കുട്ടിയുണ്ടാവും. പിന്നെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കോഴ്സ് എടുത്തത് എൻ്റെ അച്ഛൻ്റെയും അമ്മേരും അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല. ഞാനത് കാരണം ഇതിലെന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല, അതെല്ലാം പാരൻസിൻ്റെ അതോ ഇത് ചൂസ് ചെയ്യാൻ പറഞ്ഞ ഫാമിലി മെമ്പറിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞ് അവർ തട്ടിമാറ്റും. അതായത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകില്ല. അവരുടെ ലൈഫിൽ അവർ ഒന്നിനും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആവില്ല. എല്ലാം ആരെങ്കിലും തലയിൽ ഇട്ട് കൊടുത്ത് എല്ലാത്തിൽ നിന്നും സ്കിപ്പ് ചെയ്ത് ഒരു സേഫ് സോണിൽ എപ്പോഴും എത്താൻ നോക്കും. പക്ഷെ സേഫ് സോണിൽ എത്തോ, അതുമില്ല. എപ്പോൾ നോക്കിയാലും ടെൻഷനായിരിക്കും, ആവലാതിയായിരിക്കും, വ്യഗ്രതയായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ആദ്യം ഇപ്പോൾ ഈ പോസിറ്റിവിറ്റിയെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയണേ. നമുക്ക് എന്താണ് പോസിറ്റിവിറ്റിയിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ് വേണ്ടത്. നമുക്ക് ആവശ്യമായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാൻ പറ്റുമോ? ആർക്കും അറിയില്ല? സെൽഫ് റെസ്പെക്റ്റ്. നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഒരു പ്രോമിസ്. നമ്മൾക്ക് ചെയ്യുന്ന പ്രോമിസ്, നമ്മളിപ്പോൾ January 1 എല്ലാവരും കുറേ പ്രോമിസുകൾ എടുക്കും. അതെല്ലാം നമ്മൾ ചെയ്യാറുണ്ടോ? ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ആവശ്യമായ കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ്. നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുക, മനസ്സിലാക്കുക. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ തന്നെ മുന്നോട്ട് നിൽക്കുക. അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇത് കണ്ടാൽ തന്നെയല്ലേ നമ്മുടെ മക്കളും പഠിക്കണേ. അപ്പോൾ അവരും ഒരു യൂണിക് പേഴ്സണായി മാറില്ലേ? മറ്റുള്ളവരിൽ നിന്നും വിട്ട്. നമുക്കറിയാം, നമ്മുടെ മക്കൾ എന്തും തന്നെ ചെയ്യാൻ പ്രാപ്തരാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൗഡാവും. ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ എൻ്റെ മകൾ ഇത്രത്തോളം ആയി അല്ലെങ്കിൽ ഇത്രത്തോളം ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് പ്രൗഡാവുന്ന ചില ടൈമുകളുണ്ട്. പ്രത്യേകമായും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു പ്രത്യേക സ്നേഹമായിരിക്കും, സന്തോഷമായിരിക്കും. എൻ്റെ കുഞ്ഞ് ഇത്രയ്ക്ക് ആയല്ലോ എന്നുള്ളത്. ഏതൊരു പാരൻറ്റിനും തൻ്റെ മക്കൾ എന്ന് പറയുന്നത് എത്ര വലുതായാലും കുഞ്ഞാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. എൻ്റെ മകൾ വലുതായി അല്ലെങ്കിൽ എൻ്റെ മകൻ വലുതായി എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ അവരൊരിക്കലും മുതിരാറില്ല. ഇനി ഇപ്പോൾ ഈ പോസിറ്റിവിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ട കാര്യമാണ് നെഗറ്റീവ് കാര്യങ്ങൾ. അതായത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്കറിയണം. അല്ലെങ്കിൽ നമ്മൾ പോസിറ്റിവിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും നെഗറ്റിവിറ്റി, അതായത് നെഗറ്റീവ് പേഴ്സൻ്റെ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? നമുക്കറിയാലോ, നെഗറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നെഗറ്റിവിറ്റി ആയിരിക്കും ആളുകളിൽ ഉണ്ടാകുക. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഞാൻ തന്നെ പറയാം,
ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിനും കുറ്റം കണ്ടെന്നവരായിരിക്കും. കറക്റ്റ്, മഞ്ജുരാജ് സാർ പറഞ്ഞ സത്യമാണ്. എന്തിനും കുറ്റം കണ്ടെന്നൊരു വ്യക്തിയായിരിക്കും. എന്ത് ചെയ്താലും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ. ആൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മദറാണ്. ആൾക്ക് എന്ത് ചെയ്താലും തൃപ്തിയില്ല, എന്തിനും കുറ്റം. ഇപ്പോൾ ഒരു ക്ലാസ് ഇവിടെ വെച്ചാൽ അത് പ്രശ്നം, അല്ലെങ്കിൽ അത് ഇപ്പുറത്ത് വെച്ചാൽ അത് പ്രശ്നം. അത് ഓരോ പൊസിഷനുകളുണ്ട്, ആ പൊസിഷനിൽ മാത്രം എല്ലാം ഒതുങ്ങിക്കൂടി അങ്ങനെ നിൽക്കണ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ, സത്യം ജസിന മാം, ഇത് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്താ ചെയ്യുക? ആ കുട്ടിയും ആ ബിഹേവ് ഏറ്റെടുക്കാൻ നോക്കും. എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്തിനും ചൂടാവുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ ഞാനും അങ്ങനെയാണ്. സ്കൂളിൽ പോയിട്ട് അവൻ അല്ലെങ്കിൽ അവളുടെ ഒരു ധൈര്യം കാണിച്ച് ഇതിങ്ങനെ പോകും. അത് നമ്മൾ പാരൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ പാരൻസ് ചെന്ന് പോകുമ്പോഴാണ് അറിയുക ഇതിലത്തെ ഓരോ കാര്യങ്ങൾ കാരണമാണ് ഇങ്ങനെ എത്തിയതെന്ന്. ആ കുട്ടിയോട് ചോദിച്ചാൽ പറയാം, എൻ്റെ ഡാഡി അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെയാലോ, അപ്പോൾ പിന്നെ എനിക്കെന്താ കുഴപ്പം, ഞാനും അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അത് നമ്മൾ അവർ വീട്ടിൽ നിന്നും, അതായത് ചൊട്ടയിലെ ശീലം ചുടല വില എന്ന് കേട്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ നിന്ന് എന്തോ പാലിക്കുന്നോ അത് തന്നെയായിരിക്കും പുറത്തു പോയാലും അവർ ചെയ്തുകൊണ്ടിരിക്കുക. ക്യാരക്ടർ കോപ്പി. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്, നിനക്ക് എന്തെത്ര മാർക്ക് കുറഞ്ഞേ, അല്ലെ അയൽവക്കത്തെ ഒരു കുട്ടിയായിക്കോട്ടെ, ആൾക്ക് നിന്നേക്കാളും മാർക്കുണ്ടല്ലോ, നീയും അവളും ഒരേപോലെ തന്നെ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലല്ല പഠിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നിനക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഫൈറ്റ് ചെയ്യും. ഒരിക്കലും ആ കുട്ടികൾക്ക് അങ്ങനെ രണ്ടാളെയും കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല. അവർ പറയും ഞാനായിട്ടിരിക്കാൻ എനിക്കിഷ്ടം എന്ന് പറയും, അല്ലേ? ചിലപ്പോൾ ഈ കുട്ടിയുടെ കാലിബറും ആ കുട്ടിയുടെ കാലിബറും രണ്ടും രണ്ടായിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ കുട്ടിക്ക് സ്പോർട്സിലായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നൃത്തത്തിലായിരിക്കാം, പല മേഖലകളിലായിരിക്കാം. നമ്മൾ ഈ പഠനം മാത്രമാണ് ലക്ഷ്യം വെക്കുകയുള്ളൂ. എല്ലാവരേക്കാളും ടോപ്പറിൽ എത്താനാണ് ഓരോ പാരൻസും മക്കളെ നോക്കുക. അതിന് പകരം അവരോട് പറയുക, നിൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കതൊരു ഭയങ്കര ആശ്വാസമായിരിക്കും. രണ്ടാമത്തെ നെഗറ്റീവ് പേഴ്സൺ ക്യാരക്ടർ എന്ന് പറയുന്നത് പാസ്റ്റ് നടന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി നെഗറ്റീവ് കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തന്നെ ചിന്തിച്ച് അതൊരു വലിയൊരു കാര്യമാക്കി മാറ്റും. അവർക്ക് ഒരിക്കലും പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും നേരം കിട്ടില്ല. നമുക്കറിയാം, ഒരു ദിവസം നമ്മൾ 50,000-ഓളം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിലൊരു 70 to 80% നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. പോസിറ്റീവ് തോട്ട്സിനേക്കാളും കൂടുതലും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുക. ഇപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയും, ഇപ്പോൾ കാലത്ത് എണീറ്റു നമ്മളിപ്പോൾ തലേ ദിവസം ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് എണീച്ചൊക്കെ അയ്യോ ഞാൻ അവളെ വഴക്ക് പറഞ്ഞാലും അവനെ വഴക്ക് പറഞ്ഞല്ലോ, അത് അവൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തുണ്ടാവും. അല്ലെങ്കിൽ കാലത്ത് എണീച്ചൊക്കെ നമുക്ക് വേറെ നല്ലൊരു മൈൻഡ് സെറ്റിലേക്ക് വരില്ല. ഫസ്റ്റ് നമുക്ക് തലേദിവസം ഉണ്ടായി ഏറ്റവും നമ്മൾ ഹേർട്ട് ചെയ്തൊരു ഇൻസിഡൻറ്റ്, ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ പാർട്ട്ണറാണെങ്കിൽ പാർട്ട്ണറായിട്ട് വഴക്കടിച്ച് കഴിഞ്ഞാൽ ആ ചിന്തയായിരിക്കും നമുക്ക് കാലത്ത് എണീറ്റ് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ എന്തായാലും ചിലപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരാം. പോസിറ്റീവ് തോട്ടിനേക്കാളും കൂടുതലും മനസ്സിൽ വരാം. ചിലപ്പോഴൊക്കെ ഞാൻ ചിലവർ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കാലത്ത് എണീറ്റ് എന്തെങ്കിലും ഒരു തട്ടുമുട്ടം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോയി. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ മനസ്സിലേക്ക് വന്നത് നെഗറ്റീവ് തോട്ടാണ്, പോസിറ്റീവ് അല്ല. തട്ടിക്കഴിഞ്ഞാൽ തട്ടിയോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണേ, അവിടെ നെഗറ്റീവ് തോട്ടിനെ നമ്മൾ കളഞ്ഞ് പോസിറ്റീവ് തോട്ടിലേക്ക് നമ്മൾ എത്താം. തട്ടിയത് തട്ടി, അതിപ്പോൾ നമ്മൾ മനഃപൂർവ്വം തട്ടിയ കാല് തട്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ, അത് തട്ടി അതുകൊണ്ട് കുഴപ്പമില്ല. അത് നമ്മൾ പോസിറ്റീവ് മൈൻഡിലേക്ക് തന്നെ നമ്മളായിട്ട് തന്നെ അതിലേക്ക് എഫേർട്ട് എടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തത് എന്ന് പറയുന്നത്, ഇത്തരം വ്യക്തികളിൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നവരായിരിക്കും. ഇവരെപ്പോഴും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അതെന്താ ഇങ്ങനെ ഉണ്ടായി, അതായത് മകൾക്ക് എന്തേ മാർക്ക് കുറഞ്ഞ്, കാരണം എന്താണ്, അത് കണ്ടെത്തുന്ന വരെ ആ കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ബാക്കി ഒരു കാര്യം ആളുടെ മനസ്സിലുണ്ടാവില്ല. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, ഈ കാര്യം കണ്ടെത്തണം. അത് കണ്ടെത്തണ വരെ ആ കുട്ടിക്കും
അവിടെ ഒരു സമാധാനം കൊടുക്കില്ല. ഇത് തന്നെ ചകഞ്ഞ് ഇതിലെ തന്നെ കാര്യങ്ങൾ ഇത് എന്തുകൊണ്ടാണ്, അതിന് ഇനി ട്യൂഷൻ സംഘടിപ്പിക്കും, അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും നൽകും. പക്ഷേ ആ കുട്ടി ഇതെല്ലാം ചെയ്ത് കിട്ടുമ്പോൾ ചിന്തിക്കുക, എനിക്കിതെല്ലാം ചെയ്തിട്ടും ഇനി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയ പ്രശ്നമാകുമല്ലോ വീട്ടിലുണ്ടാകുക എന്നാ ചിന്തിക്കുക. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വിടാം. എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് അതിനെക്കുറിച്ച് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എല്ലാത്തിനുള്ള ആൻസർ നമുക്ക് കിട്ടണമെന്നില്ല. പല ആൻസറുകളും നമ്മളിൽ നിന്ന് വഴുതി മാറും. പിന്നെ നമ്മൾ കണ്ടെത്തും. ഒരു ആൻസർ കണ്ടെത്തണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു ആൻസറിലേക്ക് എത്തും. അതൊരിക്കലും ഒരു സൊല്യൂഷനും ആകില്ല. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും വറിയായിരിക്കും. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞു, അതായത് പാരൻസിൻ്റെ ഇഷ്ടത്തിന് ഒരു കോഴ്സ് ചെയ്തു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് അടുത്തത് എന്ത് ചെയ്യണം എന്ന് പാരൻസ് തന്നെ പറയും. അപ്പോൾ ഈ കുട്ടി ആ കോഴ്സ് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് കോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ കുട്ടി അതിൽ നിന്ന് ഡ്രോപ്പ് ആവും, മാറി നിൽക്കും. അപ്പോൾ എന്താവും? ആ കുട്ടിയുടെ ഭാവിയിൽ തന്നെയാണ് അത് പ്രശ്നം വരിക. അത് ആ കുട്ടി തന്നെ അറിയില്ല ഇനി എങ്ങനെ എന്ത് പോകും, എങ്ങനെ നടക്കുമെന്നുള്ളത് ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവില്ല, അല്ലേ? പല പാരൻസും ചെയ്യുന്ന കാര്യമാണ് തൻ്റെ മകളെ ഏറ്റവും, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് സയൻസ് ഗ്രൂപ്പിൽ പഠിച്ചാൽ മാത്രമേ കുട്ടിക്ക് ഇനി രക്ഷയുള്ളൂ. വേറെ ഗ്രൂപ്പ് എടുത്താൽ ഒന്നും രക്ഷയില്ല. സയൻസ് ഗ്രൂപ്പാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. അതിൽ കിട്ടണം. അതിൽ ഏത് സ്കൂൾ വേണമെങ്കിലും അവർ പോവും. അതുപോലെ ഓരോ ഇയറിലും ഓരോ കോഴ്സായിരിക്കും പുതുമയായിട്ട് വരാം. അപ്പോൾ ആ കോഴ്സിൽ തന്നെ ചേർത്താൻ നോക്കും, ചേരും, പഠിക്കും. പക്ഷെ അവന് ജോലി കിട്ടിയാലും ആ ജോലിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുക തൻ്റെ മികവ് കഴിവ് തെളിയിച്ച ഏത് മേഖലയാണോ ആ മേഖലയിൽ പോകാനാണ്. തന്നെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ, അതൊരു ആരും ആശ്രയിക്കാത്ത ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി എന്തായാലും അതിൽ നിന്ന് വഴുതി എവിടെയാണോ ആളെ നിശ്ചയം അതിലേക്ക് മാറും. അത് ഉറപ്പാണ്. പിന്നെ ചിലവരുണ്ടാവും എന്തായാലും ഇതിൽ പെട്ടു എന്ന് വിചാരിച്ച് അതിൽ മുന്നോട്ട് പോകുന്നവർ, അല്ലേ? പിന്നെ അടുത്ത കാര്യമാണ് തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ. ലാസ്റ്റത്തെയാണ് തിങ്ക് അബൌട്ട് ദെയർ ഫ്യൂച്ചർ. ഇങ്ങനത്തെ പേഴ്സൺ എപ്പോഴും ഫ്യൂച്ചർ, ഭാവി എന്തായിരിക്കും, ഇനി എന്തായിരിക്കും, നല്ലൊരു ജോലിയിലേക്ക് ഞാൻ എത്തുമോ, നല്ലൊരു വിവാഹ ജീവിതം എനിക്ക് കിട്ടുമോ, നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ ഈ സൊസൈറ്റിയിൽ പറ്റുമോ എന്നെല്ലാം ചിന്തിച്ച് അതിനെക്കുറിച്ച് വ്യഗ്രത കൂടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് പറയാം. ഇതിനൊക്കെ ഇനി നെഗറ്റീവ് തോട്ട്സ് ഉള്ള വ്യക്തികൾക്ക് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചിലരൊക്കെ ചിന്തിക്കും ഇതൊക്കെ നമുക്കുണ്ടോ എന്നെല്ലാം ചിന്തിക്കും. ആരെങ്കിലും ചിന്തിച്ചവരുണ്ടോ? ആര് പറയാമല്ലേ? കുറേ പേര് ചിന്തിക്കും ഇതിലൊക്കെ നമുക്കുമുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചെയ്യും. കുറച്ചൊക്കെ നെഗറ്റീവ് തോട്ട്സൊക്കെ നമുക്കും വരും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് നമ്മളെ തന്നെ മോഡിഫൈ ചെയ്ത് നമ്മളെ തന്നെ അതിനെ നല്ല രീതിയിൽ സ്വപ്ന മാം നല്ല രീതിയിൽ നമ്മളതിനെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു റിസൾട്ട് തന്നെ കിട്ടും. അടുത്ത് നമ്മൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് പറയണം. എല്ലാത്തിനും ഓരോ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകളുടെ സൈഡ് എഫക്ട്സ് പറയാം. അവർക്ക് ലോ സെൽഫ് കോൺഫിഡൻസ്, ഒന്നിനോടൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാനത് ചെയ്താൽ ശരിയാകുമോ, ഞാൻ ഇന്ന് അവിടേക്ക് പോയാൽ ശരിയാകുമോ. ചിലവർ കണ്ടിട്ടുണ്ടാവും ഒരു ട്രെയിൻ കയറണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ അവർക്ക് ആ സമയത്ത് ഇവിടുന്ന് മനസ്സിൽ പോലും വരുന്ന ചിന്തിക്കും. അതായത് അവർ തിങ്ക് ചെയ്യുന്നത് ഞാനിതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ ഇനിയിപ്പോൾ നേരത്തിന് അവിടെ എത്തിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോണ വഴിക്ക് എന്തെങ്കിലും അപകടം വന്നാലോ എന്നെല്ലാം ചിന്തിച്ച് ഒന്നിനും ഒരു കോൺഫിഡൻസിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു വർക്ക് ആയിക്കോട്ടെ തന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടികളിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീഡ് ചെയ്യുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ ആ കുട്ടി എപ്പോഴും ഡിപ്പെൻഡബിൾ പേഴ്സണാലിറ്റി ആയിരിക്കും. ഒരിക്കലും കോൺഫിഡൻസ് ഉണ്ടാവില്ല ആ കുട്ടിക്ക് ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ എന്തായിരിക്കും, ആ കുട്ടി എന്ത് കാര്യത്തിനും ആ കുട്ടിയെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ എപ്പോഴും കൂടെ വിളിക്കും. എടി എൻ്റെ കൂടെ അത് ചെയ്യാൻ വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വർക്കുണ്ട് എൻ്റെ കൂടെ ഒന്ന് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ച് എപ്പോഴും ആരെങ്കിലും സഹായം തേടി നടക്കുന്ന ഒരു വ്യക്തിയായി മാറും. അതാ പറഞ്ഞേ, കോൺഫിഡൻസ് തീരെ ഉണ്ടാവില്ല. അടുത്തെന്ന് പറയുന്നത് റെഡ്യൂസ് ക്വാളിറ്റി ഓഫ് ലൈഫ്.
അതായത് ഒരു കാര്യം അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇവരുടെ മനസ്സിൽ എപ്പോഴും ഈ നെഗറ്റീവ് തോട്ടായ കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെയൊക്കെ മതി, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന ഒരു മൈൻഡായിരിക്കും എപ്പോഴും ഉണ്ടാകുക അവരിൽ. ഒന്നിനോടും അവർക്ക് എപ്പോഴും ഒരു കുറ്റബോധം. അവർ ഓവർ തിങ്കിങ് ആയ കാരണം അവർക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കുകയില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഉറങ്ങിയില്ലെങ്കിൽ തന്നെ നമുക്കറിയാം അന്നത്തെ ദിവസം മുഴുവൻ പോവും. ഈ സ്ട്രെസ്സ് മുഴുവൻ കാണിക്കുക ആരായിരിക്കും? ഈ പാരൻ്റ് ആണെങ്കിൽ സ്ട്രെസ്സ് മുഴുവൻ കാണിക്കുക മക്കളിലേക്കായിരിക്കും അല്ലേ? എന്തെങ്കിലും ഇപ്പോൾ വീട്ടിലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മൾ ആദ്യം നമുക്ക് കഴിയുന്ന ഒരു വ്യക്തി നമ്മുടെ മക്കളാണ്. ആദ്യം നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം ചെയ്യും. പറയാൻ പറ്റാത്തതും പറയുന്നതുമായത് എല്ലാം അടിച്ചമർത്തി ആ കുഞ്ഞിനെ വട്ടപൂജയാക്കും അല്ലേ? അപ്പോൾ നമ്മൾ പരമാവധി കുട്ടികളെ നമ്മുടെ വഴക്കടിക്കുമ്പോൾ പരമാവധി നമ്മൾ ഈ കപ്പിൾസ് മാത്രം അറിഞ്ഞാൽ മതി. എന്തിനാ വെറുതെ മറ്റുള്ളവരെ അറിയിച്ച് നമ്മുടെ ഉള്ള സമാധാനവും അവരുടെ ഉള്ള സമാധാനവും കളയണമെന്ന് ചിന്തിക്കുക. ഇതിപ്പോൾ നമ്മൾ ആരോടും പറഞ്ഞാലും ഇതിൽ പ്രത്യേക സൊല്യൂഷൻ ഒന്നും കിട്ടണില്ല അല്ലേ? നമ്മുടെ സൊല്യൂഷനൊക്കെ, നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം. മറ്റുള്ളവർ എന്തെങ്കിലും തരും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും അതിൻ്റെ സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഓരോ സൊല്യൂഷന് വേണ്ടി നിങ്ങൾ നടക്കുമ്പോഴും അതിനുള്ള സൊല്യൂഷൻ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ഒരു നിശ്ചിത ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സഹായിക്കാതെ വരും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും എൻജോയ് ചെയ്യാനുള്ളൊരു ഒരു ബോധം നമ്മൾ തന്നെ ഉണ്ടാവണം. അടുത്ത നമ്മൾ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാം. നല്ലൊരു റിലേഷൻഷിപ്പ് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ മനസ്സിൽ ഒന്നിനും ഒരു വിശ്വാസം ഉണ്ടാകില്ല, എന്തിനോടും ഒരു അവിശ്വസ്തതയാണ്. ഞാനത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ ആ ലൈഫ് പാർട്ട്ണർ എൻ്റെ വൈബിനൊത്തൊരു പാർട്ട്ണർ ആവില്ല, അപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ സെറ്റായി പോവില്ല. അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടാവുക. ഇതെല്ലാം അവസാനം എന്തെത്തിക്കുക? നല്ലൊരു ലൈഫിലേക്ക് അവർ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അടുത്തത് പറഞ്ഞാൽ ലാക്ക് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക അല്ലേ? പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റാറില്ല കാര്യം. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ഉടനെ ചെയ്യുക. ഉടനെ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യം അപ്പം ചെയ്യുക. എന്നാൽ മാത്രമേ ഓരോ കാര്യങ്ങളും സക്സസ്സായി നടക്കാറുള്ളൂ. പിന്നെ ചെയ്യാം എന്ന് പറയുന്ന പല കാര്യങ്ങളും ലാഗ് ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇതിൻ്റെ ഒരു പൂർണ്ണത, ഒരു കാര്യം അതിൻ്റെ കൃത്യസമയത്ത് എത്തില്ല. പല കാര്യങ്ങളും ലാഗ് ചെയ്ത് കൊണ്ടുപോകും തോറും എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് പിൻവലിയും. വേണ്ട, ഇത് ശരിയാവില്ല. ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം നമ്മൾ ചിന്തിച്ചാൽ 11ാമത്തെ പ്രാവശ്യം ആ ചിന്ത നമ്മൾ എത്തിക്കുക നെഗറ്റീവിലേക്കായിരിക്കും. പിന്നെ അത് പോസിറ്റീവ് തിങ്കിങ്ങിൽ എത്തില്ല. അത് പിന്നെ നമ്മൾ ചിന്തിക്കുക, ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പിന്മാറും അല്ലേ? ഇനി ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ നെഗറ്റീവ് പീപ്പിൾസ് എപ്പോഴും അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവ് തോട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് ഇപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞു, ഇപ്പോൾ ചുരുക്കം ഒരു എക്സാമ്പിൾ പറയാം. രാമൻ്റെ ജോലി പോയി എന്നിപ്പോൾ നമ്മളൊരു പോസിറ്റീവ് തോട്ടുള്ള വ്യക്തിയുടെ അടുത്തും നെഗറ്റീവ് തോട്ടുള്ള വ്യക്തിയുടെ അടുത്തും പറയും. അപ്പോൾ പോസിറ്റീവ് തോട്ടുള്ള ഒരു വ്യക്തി എന്താ പറയുക? അവളുടെ ജോലി പോയത് രാമൻ്റെ ജോലി പോയത് അവനെന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവന് കണ്ടെത്താൻ പറ്റാത്ത കാരണമായിരിക്കാം എന്ന് പറയും. അറ്റ് എ ടൈം നെഗറ്റീവ് തോട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവന് അത് വേണം, അത് കാരണം തന്നെ അവന് പോയി, അവൻ ശരിയല്ല, അവൻ അങ്ങനെ തന്നെ വേണമെന്ന് പറയും. അപ്പോൾ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള വ്യക്തി എങ്ങനെയാണ്? സ്വാഭാവികമായും നെഗറ്റീവ് തോട്ടുള്ള വ്യക്തിയിലേക്ക് തിരിയും. കാരണം ഇവിടെ എന്ത് പറഞ്ഞാലും പോസിറ്റീവ് ആകുമ്പോൾ ഈ നെഗറ്റീവ് തോട്ടുള്ള ഒരു വ്യക്തിയുടെ വൈബ് ഒരിക്കലും കിട്ടണില്ല. അപ്പോൾ പതുക്കെ ഇവരെന്ത് ചെയ്യും? ഉൾവലിയും. ഈ വ്യക്തിയിൽ നിന്ന് ഉൾവലിഞ്ഞ് ഇവരെന്ത് ചെയ്യും? നെഗറ്റീവ് വ്യക്തിയായിട്ടുള്ള ആ പേഴ്സൻ്റെ കൂടെ എപ്പോഴും കൂട്ടുകൂടും. അപ്പോൾ എന്താ ഉണ്ടാവുക? എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി നെഗറ്റീവാകും, ഒന്നിലും പോസിറ്റിവിറ്റി ഉണ്ടാവില്ല. അത്
സ്വാഭാവികമായും നെഗറ്റീവും കൂടി കഴിഞ്ഞാൽ നമുക്കറിയാലോ, പിന്നെ അവിടുത്തെ കാര്യമൊന്നും പറയേ വേണ്ട. ഇനി ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഏറ്റവും അവസാനം നമ്മൾ എത്തിക്കുക ഈ 2 കാര്യത്തിലായിരിക്കും. ആൻസൈറ്റി ഡിപ്രഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പലരിലും അറിയുന്ന കാര്യമാണ്. ഇത് കാര്യം നമുക്ക് ഉറക്കം കുറവുണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം, ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യുന്നതും പറയുന്നത് പോലും അറിയാൻ സാധിക്കുകയില്ല അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങാത്ത വ്യക്തിയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. ഉറക്കം ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഘടകം തന്നെയാണ്. ഇനി വിശപ്പില്ലെങ്കിലും നമുക്കൊരു എനർജി കിട്ടില്ല, നമുക്ക് എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനർജിയോ കിട്ടില്ല. അപ്പോഴും എന്താവും, നമുക്കൊന്നിനും താല്പര്യമില്ലാതിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു നല്ലൊരു പേഴ്സൺ ആവാൻ നമുക്ക് സാധിക്കൂ. ഇനി ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് തോട്ട്സുള്ള ആൾക്കാരെ പറഞ്ഞു, ഇനി നമ്മുടെ തോട്ട്സുള്ള ആൾക്കാരെ നോക്കണ്ടേ. പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നമ്മളൊക്കെ എല്ലാതും പോസിറ്റീവ് തിങ്കിങ്ങിലോട് കൂടി എടുക്കുന്നവരായിരിക്കും അല്ലേ. ഭൂരിഭാഗം ആൾക്കാരും കുറേയൊക്കെ നമ്മൾ വിട്ടുപിടിക്കണം. എല്ലാതും ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നിലെത്തില്ല. ഇനി ആർക്കെങ്കിലും ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയാത്തതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യങ്ങളും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതും ഉള്ളതുമായൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇത്തരം വ്യക്തികൾ എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഇവരൊരിക്കലും കഴിയില്ല എന്നല്ല, കഴിയും, അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോം ചെയ്യും എന്നേ പറയും. ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല. എന്തിനും അവർ ട്രൈ ചെയ്യാൻ പരിശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും. അടുത്തെന്ന് പറയുന്നത് വിമർശനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് നല്ല കഴിവാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തി പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഈ വ്യക്തി എന്താ ചെയ്യുക? പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മാത്രമേ സംസാരിക്കൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ നെഗറ്റീവ് വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരത് മൈൻഡ് ചെയ്യില്ല, കുറേയൊക്കെ വിടും. അത് തന്നെ പറഞ്ഞ് പ്രവർത്തിച്ച് അതിനെക്കുറിച്ച് ബോദർ ചെയ്യാൻ അവർ നിൽക്കില്ല. ആ സമയം അവർ വേസ്റ്റ് ആക്കില്ല. അവർ ഓരോ ടൈമിനും അവർ കുറേ വാല്യൂ നൽകുന്ന വ്യക്തികളായിരിക്കും. അടുത്തെന്ന് പറയുന്നത് എന്ത് പ്രോബ്ലം വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളായിരിക്കും. നല്ല രീതിയിൽ അവർക്ക് സംസാരിക്കാൻ പറ്റും. ആരുടെ അടുത്തും ഒരു പേടിയും കൂടാതെ സംസാരിക്കാനുള്ളൊരു കഴിവ് ഇത്തരം വ്യക്തികളുണ്ടാവും. എവിടെ ചെന്നാലും ആരുടെ അടുത്തും ഒരു ഭയം ഉണ്ടാവില്ല. കാരണം അവരാരും ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ ചെയ്തില്ല, പിന്നെ അവരെന്തിനു ഭയക്കണം? നമ്മൾ എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കലും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് പേടിക്കുക അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യത്തോടു കൂടെ അവരുടെ സംസാരിക്കും. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലും തല താഴ്ത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ധൈര്യത്തോടു കൂടി ആരുടെ മുമ്പിലും നമ്മൾ നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകണം. ഇനി ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റിലെ ബെനിഫിറ്റ്സ് പറയാം. ഇവർക്ക് ഹെൽത്ത്, സെൽഫ് എസ്റ്റീം ഇതൊക്കെ നന്നായിട്ടുണ്ട്. അതായത് നല്ല ഉറക്കമുണ്ടാവും, ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല. കാരണം അവരൊന്നിനും കുറിച്ച് ആകുലപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല അവരിൽ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സ്ട്രെസ്സ്, മോശം കാര്യങ്ങൾ നടന്നാലും അവരെന്താ ചിന്തിക്കുക? ഇതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഇതും കടന്നു പോകും, ഇതെല്ലാം ഇതിൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണെന്ന് ചിന്തിച്ച്, ഇതെല്ലാം കടന്നു പോകുമെന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് ബോധർ ചെയ്യാൻ നിൽക്കാറില്ല. സെൽഫ് ഗ്രോത്ത്, എല്ലാ രീതിയിലും വളർച്ച. കാരണം അവർ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം കളയാറില്ല. എങ്ങനെയെല്ലാം മുന്നേറി ഉയരത്തിലെത്താൻ സാധിക്കുന്നുവോ അത്രയ്ക്കും ഉയരത്തിലെത്താൻ അവരെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് താഴത്തൊരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. എങ്ങനെയെല്ലാം ഉയരത്തിൽ ബെസ്റ്റായിട്ട് എവിടെയെല്ലാം പെർഫോം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരം വ്യക്തികളിൽ നമുക്ക് കാണുന്ന ഒരു കാര്യം തന്നെയാണ് പോസിറ്റീവ് പീപ്പിൾ ഓൾവേസ് അട്രാക്ട് പോസിറ്റീവ് പേഴ്സൺസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാൻ പറയണ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് പറയാം.
മീനയ്ക്ക് മാർക്ക് കുറഞ്ഞു. മീനയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്നപ്പോൾ 2 പാരൻസ് കൂടി സംസാരിക്കുകയാണ്. രണ്ടും പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള 2 പാരൻസാണ്. അവർ പറയാണ് നീനയ്ക്ക് മാർക്ക് കുറഞ്ഞു, മറ്റേ കുട്ടിക്ക് മാർക്കുണ്ട്. അതായത് ഇപ്പോൾ സീത എന്ന് വെക്കാം, സീതയ്ക്ക് മാർക്കുണ്ടെന്ന് വിചാരിക്കാം. ഇതിന് പേര് വന്നാട്ടോ, അല്ലാണ്ട് ആരും ഉദ്ദേശിക്കുന്നതല്ല. നീനയ്ക്ക് മാർക്ക് കുറഞ്ഞു, സീതയ്ക്ക് മാർക്കുണ്ട്. അപ്പോൾ നീനയുടെ പാരൻറ്റ് പറയും നീനയ്ക്ക് മാർക്ക് കുറഞ്ഞു, അവൾക്ക് വയ്യായിരുന്നു എന്ന് പറയും. അപ്പോൾ സീതയുടെ പാരൻറ്റ് പറയും അവൾക്ക് മാർക്കുണ്ട്, നീനയ്ക്ക് ഇനി അടുത്ത പ്രാവശ്യം നമുക്കത് ട്രൈ ചെയ്യാലോ, നീനയ്ക്ക് നല്ല കാലിബറുള്ള കുട്ടിയാലോ, നീനയ്ക്കത് പറ്റില്ലോ എന്ന് പറയും. അപ്പോൾ 2 പാരൻസ് എന്താ ചെയ്യുന്നത് അവിടെ? 2 മക്കളെ മാക്സിമം ഉയർത്തി കൊണ്ടുവരികയാണ്. അതേസമയം അവിടെ ഒരു നെഗറ്റീവ് പേഴ്സൺ ആണെങ്കിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവൾ പഠിക്കില്ല, അവൾ ഇങ്ങനെ ഇരിക്കും, ടി വിയുടെ മുമ്പിലിരിക്കും, മൊബൈലിൻ്റെ മുമ്പിലിരിക്കും, ഒരക്ഷരം പഠിക്കില്ല. ഇത് കേൾക്കുന്ന കുട്ടിയുടെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. ആ കുട്ടിക്ക് പഠിക്കണമെന്ന് തോന്നിയാലും ഈ 2 പാരൻറ്റിൻ്റെ മുമ്പിൽ ആ കുട്ടീനെ കുറച്ച് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്നത് എങ്ങനെയായാലും ഒരു ഷൈനസ് ആയിരിക്കും. എന്നെ ഇങ്ങനെയൊക്കെ അവരുടെ മുമ്പിൽ പറഞ്ഞില്ലേ എന്ന് ഒരു ചിന്താഗതി ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഇത്തരം പേഴ്സൺ എപ്പോഴും നെഗറ്റീവിലേക്ക് കടക്കാതെ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള വ്യക്തികളുടെ കൂടെ തന്നെയായിരിക്കും ഉണ്ടാകുക. പിന്നെ ഹെൽത്തി സെൽഫ് എസ്റ്റീം, അതായത് ഭാവിയെക്കുറിച്ച് നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. നേരത്തെ പറഞ്ഞ അവർ താഴത്തെ, അതായത് അവരവരെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്തുന്ന കാര്യം മാത്രമേ ചിന്തിക്കൂ, ലോവസ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അങ്ങനത്തെ വ്യക്തികളിൽ എങ്ങനെ അവർ താഴേക്ക് പോകും? അവരൊരിക്കലും താഴേക്ക് ഒരു രീതിയിലും പോകില്ല. ഏറ്റവും ബെസ്റ്റ് തന്നെ എല്ലാവർക്കും പെർഫോം ചെയ്യും. ഇനി എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളിലും ഇടയിൽ എങ്ങനെയെല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെല്ലാം എന്തൊക്കെ ടിപ്പുകളിലൂടെ നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യമെന്ന് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒരു ദിവസം ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടും അറിയാതെയും, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കാം, ഒരു പക്ഷെ അറിയാതെ ചെയ്തു കൊടുക്കുന്നതായിരിക്കാം. എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ ആ കാര്യം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പിൽ ഓർക്കാം. ഒരു ഡയറിയിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യങ്ങളും നിങ്ങൾ ഡയറിയിൽ എഴുതാം. ഇന്നെല്ലാം കാര്യങ്ങളെല്ലാം എനിക്കിന്ന് സാധിച്ചു അല്ലേ. എല്ലാ കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരാകണം. എന്ത് ചെറിയ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ചെയ്ത് ലഭിച്ചതാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തതാകട്ടെ, എന്ത് കാര്യത്തിലും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമാവസ്ഥയിൽ നമ്മൾ ഇത് വായിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക, എനിക്ക് ഇത്രയെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി എന്ന് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് വിഷമമുള്ള സമയങ്ങളും സന്തോഷമായിരിക്കാൻ സാധിക്കും അല്ലേ. നമ്മളെപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എഴുതുക. 3 കാര്യങ്ങൾ നിസ്സാരമായിക്കോട്ടെ, എന്താണെങ്കിലും അത് എഴുതാനായിട്ട് പരമാവധി ശ്രമിക്കുക. പരമാവധി ആദ്യം വലിയ കാര്യങ്ങൾ ചിന്തിച്ച് ബോധർ ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ അത് ഏറ്റവും പെർഫെക്റ്റായി ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകണം. പിന്നെ അടുത്തെന്ന് പറയുന്നത് തെറ്റും ശരിയൊക്കെ എല്ലാവരും ഭാഗത്തുള്ളതാണ്. ആ തെറ്റും ശരിയും നമ്മൾ ആരും ചകയാനായിട്ടോ അതിനെക്കുറിച്ചിട്ട് മോശപ്പെടുത്താനായിട്ടോ ഒന്നിനും നിൽക്കരുത്. നമ്മുടെ മക്കൾ, നമുക്ക് ദൈവം തന്ന നമ്മുടെ ദാനം തന്നെ നമ്മുടെ മക്കൾ. ഇതിൽ കുറേ പാരൻസ് ഉണ്ടാകാം. നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്ന ദാനം. അവർ ബെസ്റ്റ് തന്നെ എപ്പോഴും അവർ സ്കൂളിലായാലും വീട്ടിലായാലും പെർഫോം ചെയ്യുകയുള്ളൂ. ഇനിയൊരു കാര്യം ഞാൻ പറയാം. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറയാം. നമ്മുടെ മക്കളെപ്പോഴും ചെറിയ കുട്ടിയെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യിപ്പിക്കില്ല, വീട്ടിലത്തെ ഒരു കാര്യം ചെയ്യിപ്പിക്കില്ല. നിങ്ങൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും വീട്ടിലത്തെ കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ, ഇതിനെ ഓപ്പോസിറ്റ് ഉള്ളവരാണെന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒപ്പീനിയൻ പറയണം. ആർക്കെങ്കിലും എതിര് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്നെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിലും ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇവിടെ വോയിസിലോ ചെയ്യാം. ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിട്ടെ നിങ്ങൾ അത്യാവശ്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിപ്പോൾ വീട്ടിലത്തെ കാര്യമായാലും ലോകത്ത് നടക്കുന്ന കാര്യമായാലും. ഇപ്പം നമുക്കറിയാം, ഒരു പാരൻറ്റ് തൻ്റെ അച്ഛൻ്റെ തൻ്റെ അച്ഛൻ്റെ വിയർപ്പ് കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക്
ആ കുട്ടിക്ക് ഭയങ്കരമായി എല്ലാത്തിനും കൂടെ ഉള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ? എന്ത് കാര്യം, ഞാൻ ചാറ്റ് ബോക്സ് നോക്കണില്ല, ഇതിൽ ചാറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. എന്ത് കാര്യം ചെയ്താലും തൻ്റെ അച്ഛൻ്റെ വിയർപ്പ് കണ്ട വ്യക്തി എന്തെങ്കിലും തെറ്റായൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ചിന്തിക്കുക തൻ്റെ അച്ഛൻ്റെ വിയർപ്പായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒരിക്കലും അതിനെ തഴയുകയോ അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളതിനെ തളർത്തുകയോ ചെയ്യരുത്. ഏതൊരു കുട്ടിക്കും ആദ്യം മനസ്സിൽ വരുന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബുദ്ധിമുട്ട് കണ്ട് വേണം വളരുവാൻ. ഒരിക്കലും എല്ലാം ചെയ്തു കൊടുത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വഷളാക്കരുത്. ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് കാണണം, നമ്മൾ ചെയ്യുന്ന പ്രയാസങ്ങൾ അറിയണം. ഇപ്പോൾ വീട്ടിലത്തെ ജോലികൾ ചെയ്യാൻ കുട്ടികൾ സഹായിക്കുക, അത് ആവശ്യമായ ഒരു കാര്യം തന്നെ. അവരും കാണണം, വളരണം, ചെയ്യണം. ഇപ്പോൾ തൂത്ത് വാരാനാണെങ്കിലും എന്തെങ്കിലും ലോണ്ട്രിയിൽ ഇപ്പോൾ അഴയമിടണ കാര്യമാണെങ്കിലും അടിച്ചു വാരാൻ, അതെന്തായിക്കോട്ടെ, വീട്ടിൽ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം സഹായിക്കുക. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു കാര്യം പറയാം. ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ എനിക്ക് കിച്ചണിൽ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മകളുടെ അടുത്ത് പറയും, എന്തെങ്കിലും ഇപ്പോൾ മിക്സ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ചെയ്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇപ്പോൾ ചില അമ്മമാരനെ ചിന്തിക്കും, അപ്പം നമുക്ക് അവിടെ മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? ഇപ്പോൾ അവർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ചീനച്ചട്ടിയിൽ എന്തെങ്കിലും കടുക് വറുക്കുക, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. നമ്മളവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇരുന്ന് അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു എൻജോയ്മെൻറ്റാണ്. അതേസമയം നമ്മൾ തന്നെ ഇതിൻ്റെ ഉള്ളിലിരുന്ന് എങ്ങനെയും കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചിരിക്കണേക്കാൾ നല്ലത് ആരെങ്കിലുമൊക്കെ തൊട്ടടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വരാണെങ്കിൽ അതൊരു ഹാപ്പി മൂമെൻ്റ് അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരാളെങ്കിലും അനുകൂലിക്കുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ തന്നെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ അവരെ കൂടിയും പ്രാപ്തരാക്കുക ചെയ്യാനായിട്ട്. നമുക്കതുകൊണ്ടൊന്നൊരു ആളുകൾ പറയും, ആളുകൾ പ്രവർത്തിക്കും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാം. അവരോട് പറയണം, ഇന്ന രീതിയിൽ ചെയ്ത് നിനക്ക് തന്നെയാണ് ഇപ്പം എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിനക്ക് തന്നെയാണ് ഗുണം എന്നുള്ളത്. എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ ആ കുഞ്ഞ് വലുതായാലും ആ കുഞ്ഞിന് കിട്ടുന്ന പാർട്ട്ണർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എല്ലാം ഫീഡ് ചെയ്ത് എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ ആ പാർട്ട്ണർക്ക് അറിയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറേ വ്യത്യാസമായി, എല്ലാവരും എല്ലാ കാര്യത്തിലും ഒപ്പം നിന്ന് ചെയ്യുന്നതാണ്. പലതും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഫാമിലീസ് പോലും എനിക്കറിയാം. മൺഡേ ടു വെൻസ്ഡേ ഒരാൾ, വെൻസ്ഡേ ടു സാറ്റർഡേ, അതായത് 2 പേരും ജോലിക്കാരാകുമ്പോൾ എങ്ങനെയായാലും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലാതെ മുന്നോട്ട് പോവില്ല. അതുപോലെ തന്നെ ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമ്മൾ കാണിച്ചാലാണ് നമ്മുടെ മക്കളും അത് കണ്ടു പഠിക്കും. അല്ലെങ്കിൽ നീ ചെയ്യേ ഞാൻ ചെയ്യുമെന്ന് പറയുന്നിടത്ത് ഈ മക്കളും ചെയ്യില്ല. അത് അമ്മയുടെ ഡ്യൂട്ടിയാണ്, അത് അല്ലെങ്കിൽ അച്ഛൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അതിലൊതുങ്ങിക്കൂടാൻ അവർ ശ്രമിക്കുള്ളൂ. അല്ലാതെ അവരും അതിൽ നിന്ന് മുന്നേറി വരില്ല. പ്രോത്സാഹനം ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. പ്രോത്സാഹനം എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, പറയണം. അതിനൊന്നും വലിയ ചിലവില്ലല്ലോ. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പറയണം, എൻ്റെ മോളിത് ചെയ്ത കാരണം അല്ലെങ്കിൽ മോനിത് ചെയ്ത കാരണം എനിക്ക് അത്രയ്ക്കും ജോലി കുറഞ്ഞു കിട്ടി, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹഗ് ചെയ്യുക. അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ വഴക്കടിക്കുന്ന കാര്യങ്ങൾ, അതായത് തല്ലുകൂടുന്നതൊക്കെ നമ്മൾ മക്കളുടെ മുമ്പിൽ കാണിക്കാറുണ്ട്. നമ്മുടെ പാർട്ട്ണറായിട്ട് നമ്മൾ ഹഗ് ചെയ്ത് കാണിക്കാൻ ആരെങ്കിലും മുതിരാറുണ്ടോ? ആരെങ്കിലും മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഹഗ് ചെയ്യാറുണ്ടോ പാർട്ട്ണറിനെ? ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കുക, അത്ര ഉദ്ദേശിച്ചുള്ളൂ. യെസ്, ചെയ്യണം. ഞാൻ അങ്ങനെ പറയുള്ളൂ. തല്ലുകൂടുന്ന മാത്രം കാണുന്നൊരു മകനാണെങ്കിൽ ഇതാണ് ഇവരുടെ ക്യാരക്ടർ എന്ന് ചിന്തിക്കും. അതേസമയം ഹഗ് ചെയ്യുക, അതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. സ്വന്തം ഭർത്താവിനല്ല, സ്വന്തം ഭാര്യയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മക്കൾക്കും ആ ചമ്മൽ കുറയും, നമ്മുടെ അടുത്ത് ചെയ്യും. അതിലവർ ബുദ്ധിമുട്ട് കാണാറില്ല അല്ലേ? എപ്പോഴും ഒരു സ്ട്രിക്റ്റായി നിൽക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ കുട്ടികളെപ്പോഴും അതിൽ നിന്ന് എന്താ പറയുക, അവരൊന്നിലേക്കും ഇടപെടാതെ ഒരു സ്ഥലത്ത് നീങ്ങിപ്പോയി നിൽക്കും. അതേസമയം ഒരു ഫ്രീ ആയി നിൽക്കുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ എന്തും പറയാൻ മടിയില്ലാതെ ധൈര്യത്തോടു കൂടി പറയും. അതിനേക്കാൾ മുമ്പ് നിങ്ങളും പറയണം നിങ്ങളുടെ മക്കളുടെ അടുത്ത്. ഒരു കാര്യം അതിന് മുമ്പ് പറയാം. നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ മകൾ എൻ്റെ ഫ്രണ്ടാണെന്നുള്ളത്.
എൻ്റെ ഫ്രണ്ടിൻ്റെ പോലെ ആകുള്ളൂ, ഒരിക്കലും ഫ്രണ്ട് ആവില്ല കേട്ടോ. ഒറ്റ മക്കളും തൻ്റെ ഫ്രണ്ട്സിൻ്റെ പോലെ നമ്മുടെ പാരൻസിനെ കാണില്ല. നമുക്ക് പറയാം എൻ്റെ മോൾ എന്നെ ഫ്രണ്ടിൻ്റെ പോലെ കാണാൻ, എൻ്റെ മോൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പോലെ, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഫ്രണ്ടാണെന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് പരമാവധി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്കും പല കാര്യങ്ങളുണ്ടാവും, ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അത് പറയാനുള്ള ധൈര്യം അവർ കാണിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഓരോ പാരൻറ്റിൻ്റെയും അച്ചീവ്മെൻറ്റ്. ഇതുവരെ കേട്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ വിംബിൾ അക്കാദമിയിലത്തെ മെമ്പേഴ്സും ഒരുപാട് താങ്ക്സ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുണ്ടോ പോസിറ്റിവിറ്റീനെ കുറിച്ചോ നെഗറ്റിവിറ്റീനെ കുറിച്ചോ എന്തെങ്കിലും? താങ്ക് യു അർച്ചന മാം. ഹലോ ആർക്കും ശ്രീയ മാം. ആ പറ ഹലോ. മാം. ഹായ്. കേൾക്കാം, പറഞ്ഞോളൂ. ടോപ്പിക് വന്നത് നമുക്ക് എപ്പോഴും ഒരു സംശയം വരുന്ന നമ്മുടെ ലൈഫിൽ ഒരു സംശയം വരുന്ന കുറേ സംഭവങ്ങളാണ്. കാരണം കുട്ടികളെ നമ്മള് കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നല്ല കാര്യം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ കുട്ടികൾ ചീത്തയായി പോവോ, കുറച്ച് സ്നേഹം കൂടുതൽ പ്രകടിപ്പിച്ചാല് കുട്ടികൾ വഴിതെറ്റി പോവോ, അടിക്കണോ, അടിച്ചാലും പ്രശ്നം, അടിച്ചില്ലേലും പ്രശ്നം, ചീത്ത പറയാനും പറ്റില്ല, ചീത്ത പറയുകയും വേണം, എന്ത് ചെയ്താലും പാരന്റ്സിന് കൺഫ്യൂഷനും പേടിയുമാണ്. നമ്മുടെ എല്ലാവർക്കും അതെ, എത്ര അറിയാന്ന് പറഞ്ഞാലും നമ്മുടെ സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ, എന്തായാലും നമ്മള് എത്ര നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുത്താലും നമുക്ക് മതിയാവില്ല, അല്ലെ? മതിയാവില്ല. അതെ, ചിന്തിക്കുക കുറച്ചുകൂടി ബെറ്റർ ആക്കരുത്. എത്രയോ മോൾഡ് ചെയ്താലും അവരൊരിക്കലും അതിന്റെ ഒരു ഫുൾ പാർട്ടിലേക്ക് എത്തില്ല. നമുക്ക് അങ്ങനെയാ, നമുക്കൊന്നിനും അതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അങ്ങനെയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് എപ്പോഴും നമ്മുടെ മക്കൾക്ക് നൽകാം, അല്ലേ? അതെ അതെ അത് തന്നെ. അതെന്തായാലും സിനിമയുടെ കുറേ കാര്യങ്ങൾ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും വളരെ നല്ല ഒരു സെഷനായിരുന്നു സിനിമ. നമുക്ക് കുറച്ചും കൂടി കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും കുറച്ചും കൂടി നമ്മളുടെ ഈ നിലവിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആക്കാനും ഈ ക്ലാസ് കൊണ്ട്, സെഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സ്റ്റീന മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കാമായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ആർക്കൊന്നുമില്ല? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് അർച്ചന മാം. വളരെ നന്നായിരുന്നു. ഈ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്ന കാര്യങ്ങൾ, നമ്മളൊക്കെ പാരന്റിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ ആ പാരന്റിങ്ങിന്റെ ആ ഒരു സ്റ്റൈലിൽ നിന്നൊക്കെ വിട്ടുപോകാറുണ്ട്. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പാരന്റിങ്ങിലേക്ക് വഴുതി പോകാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് വീണ്ടും ട്രാക്ക് വിട്ടു പോകുന്നത്, നമുക്ക് വീണ്ടും ട്രാക്കിലേക്ക് വരാൻ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നത് ഭയങ്കര മോട്ടിവേഷനാണ്. ഇത്തരത്തിലൊരു ടോപ്പിക് എടുത്ത് ഇത്തരത്തിൽ നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫസ്മീന മാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, അപ്പോ സ്റ്റീന മാം. ഓ ഓക്കെ. ഹലോ ഓൾ. വളരെ സന്തോഷം. നമ്മുടെ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിൽ സ്റ്റീന മാമിന്റെ സെഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ രഹ്ന മാം ആയിരുന്നു ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും ആ ഒരു സെഷൻ നന്നായിട്ട് തന്നെ ഡീൽ ചെയ്തു. അതേപോലെ തന്നെ ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള എല്ലാവരും വളരെ സജീവമായി തന്നെ ഇവിടെ നിലനിന്നു. അതേപോലെ തന്നെ ഇന്ററാക്ഷൻസിലൊക്കെ വളരെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു എപ്പിസോഡായിരുന്നു.
അപ്പോൾ സ്റ്റീന മാം, അതേപോലെ തന്നെ രഹ്ന മാം, അതേപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോച്ചിങ് എന്നൊക്കെ പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള മേഖലയാണ്. അതിലേക്ക് എത്തിച്ചേരാനുള്ള ചില വഴികളാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില വെബിനാറുകൾ എന്ന് പറയുന്നത്. ചില ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ് എടുക്കും, ചില ക്ലാസ്സുകൾ നമ്മൾ കേട്ടിരിക്കേണ്ടി വരും, ചില ക്ലാസ്സുകളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും, ചില ക്ലാസ്സുകളിൽ നമ്മൾ ഫീഡ്ബാക്ക് പറയേണ്ടി വരും. അങ്ങനെ പല വിധത്തിൽ നമുക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്നേഹങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.